രാജ്യത്തിന് ഇടിക്കൂട്ടിലെ താരങ്ങളെ സമ്മാനിച്ച ചരിത്രമുണ്ട് കോഴിക്കോട് പൂളാടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമത്തിന്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ദേശീയ ബോക്സിംഗ് താരങ്ങളെ വാർത്തെടുത്ത ഗ്രാമത്തിൽ ബോക്സിംഗ് റിംഗ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് കുട്ടികളെയും പരിശീലകനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അധികൃതർ കണ്ണു തുറന്നാൽ ബോക്സിംഗിൽ ചരിത്ര നേട്ടം കൈവരിക്കാൻ പൂളാടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമത്തിലെ കുട്ടികളുമുണ്ടാകും. നിരവധി ദേശീയ ബോക്സിംഗ് താരങ്ങളെ വാർത്തെടുത്ത പൂളാടിക്കുന്ന് ഗ്രാമമുണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ബോക്സിംഗ് താരങ്ങൾക്ക് ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി ബോക്സിംഗ് റിംഗ് കോർപ്പറേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതാണ് പറയുന്ന ബോക്സിംഗ് റിംഗ്. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ കാലൊക്കെ കഴുകിയിട്ടൊന്ന് നമുക്ക് കയറേണ്ടി വരും എന്നുള്ളതാണ്. വഴുക്കാതെ നോക്കിയാൽ നമുക്കെല്ലാവർക്കും നല്ലതാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ബോക്സിംഗ് ചാമ്പ്യൻ രാഘവൻ പുത്തലത്ത് ₹1 പോലും ഫീസ് വാങ്ങാതെയാണ് പൂളാടിക്കുന്നിലെ ബോക്സിംഗിനോട് അഭിനിവേശമുള്ള ആളുകളെ പരിശീലിപ്പിച്ചിരുന്നത്. ശേഷം 1975-ൽ പൂളാടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമമായി മാറി. ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നുമില്ലായിരുന്നുവെങ്കിലും രാഘവൻ പുത്തലത്ത് വാർത്തെടുത്തത് നിരവധി ദേശീയ ചാമ്പ്യന്മാരെയായിരുന്നു. പലപ്പോഴായി അദ്ദേഹം ബോക്സിംഗ് റിംഗോ മിനി സ്റ്റേഡിയമോ നിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും സ്റ്റേഡിയം മാത്രമാണ് യാഥാർത്ഥ്യമായത്. നിരന്തരം പരാതിയുമായി സമീപിച്ചതോടെ കോഴിക്കോട് കോർപ്പറേഷൻ 10 വർഷങ്ങൾക്ക് മുൻപ് ബോക്സിംഗ് റിംഗ് സ്ഥാപിച്ചു. എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലതാനും. ഒന്ന് മഴ പെയ്താൽ ഇടുങ്ങിയ ട്രെയിനിങ് റൂമിലേക്ക് മാറേണ്ടി വരും. പെൺകുട്ടികൾക്ക് ഡ്രസ്സിംഗ് റൂം പോലും ഇല്ലാത്തത് മറ്റൊരു പ്രശ്നമാണ്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കവെയാണ് വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പരിശീലനം നടത്തുന്നത്. ഞങ്ങളിപ്പോൾ ഇത്രയും പേര് ചെറിയൊരു സ്ഥലത്താണ് കളിക്കുന്നത്. അപ്പോൾ ഫെസിലിറ്റി വളരെ കുറവാണ്. ഒരു റിങ് കെട്ടി തന്നാൽ നന്നായിരുന്നു. സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ നല്ലൊരു മെഡൽ കിട്ടുമെന്ന് തോന്നുന്നു. കഴിവുണ്ടായിട്ടും സാഹചര്യങ്ങൾ കാരണം കൃത്യമായി ട്രെയിനിങ് നടത്താൻ കഴിയുന്നില്ലെന്ന് പൂളാടിക്കുന്ന് ബോക്സിംഗ് ക്ലബ് പ്രസിഡന്റ് സനീഷ് കുമാർ പറയുന്നു. ഓരോ ടൈമിലും നമ്മൾ MLAക്കാണെങ്കിലും എല്ലാവർക്കും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോന്നറിയില്ല, നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു ബോക്സിംഗ് റിങ് നമുക്ക് അനുവദിച്ചു തരണമെന്നാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ്. ബോക്സിംഗിൽ പുതിയ താരോദയം ഉണ്ടാകണമെങ്കിൽ അധികൃതരും കനിയണം. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്.